السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله، سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. إن الذين يكتمون ما أنزلناه من البينات والهدى من بعد ما بيناه للناس في الكتاب، أولئك يلعنهم الله ويلعنهم اللاعنون. ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين، وحسن أولئك رفيقا. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب. قال النبي صلى الله عليه وسلم: لا تزال طائفة من أمتي ظاهرين على الحق حتى يأتي أمر الله. حافظ على سنن وآداب أتت مأثورة عن خير من جاء مرسلا، إذ لا دليلا على طريق إلى الإله إلا مطابة للرسول المكملا، في عاله وفعاله ومقاله، فاتبعت وتابعا لا تعولا. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ കീഴിൽ തലപ്പാറ യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനവും വിമർശനങ്ങളും എന്ന വിഷയത്തെ സാഗോദം ശ്രവിക്കുന്നതിനു വേണ്ടി ഈ മഹത്തായ ഇൽമിൻ്റെ വേദിയിലും പരിസരങ്ങളിലും ഈ ശബ്ദം സാഗോദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹാദരണീയരായ ബഹുമാനികളെ, പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, നല്ലവരായ നാട്ടുകാരെ,
കേരളക്കരയിൽ ഏകദേശം സംഘടിതമായും അല്ലാതെയും ഒരു നൂറ്റാണ്ട് കാലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകമാനവതയ്ക്ക് പൂർത്തീകരിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാം, ആ പരിശുദ്ധ ഇസ്ലാമിന്റെ ആധാരമായ വിശുദ്ധ ഖുർആനിലേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശത്തിലേക്കും മാനവകുലത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം ഇതിനിടയിലുണ്ടായിട്ടുള്ള ആനുകാലികമായ ചില പ്രശ്നങ്ങൾക്ക് ശേഷം കുറഞ്ഞ കാലത്തെ ഒരു നിശ്ചലാവസ്ഥയ്ക്ക് ശേഷം വീണ്ടും ഇവിടെ ഒരു മതപ്രഭാഷണം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഈ സദസ്സിലിരിക്കുന്നവരും പരിസരത്തുള്ളവരും അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തെ വിമർശന ബുദ്ധിയോടുകൂടിയും നിഷ്പക്ഷ ബുദ്ധിയോടുകൂടിയും എല്ലാം നോക്കിക്കാണുന്നവ എല്ലാ ശ്രോതാക്കൾക്കും വ്യത്യസ്തമായ മനോഗതമാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ വൈരികളായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഈ കേരളക്കരയിൽ ഇന്ന് ഈ മഹത്തായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതക്ക് തുരങ്കം വെച്ചുകൊണ്ട് ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തനതായ ആദർശം എങ്ങനെയാണോ പൂർവികരായ സലഫ് സ്വാലിഹികൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഏറ്റുവാങ്ങി ദഅവത്ത് നടത്തിയത് എങ്കിൽ കലർപ്പില്ലാത്ത ആ ദീനിനെ അങ്ങനെ തന്നെ കൂട്ടാതെ കുറക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ സമൂഹത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്ത് ആണ്ടായും അടിയന്തിരമായും ഉറൂസായും നേർച്ചകളായും ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളായും ഈ ഉമ്മത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പുരോഹിത വർഗം അവർ പടുത്തുയർത്തിയിട്ടുള്ള ആ സമസ്ത പ്രസ്ഥാനത്തിലെ തീവ്ര സുന്നികൾ എന്നറിയപ്പെടുന്ന AP സുന്നികളും മാർദവ സുന്നികൾ എന്ന് അറിയപ്പെടുന്ന EK സുന്നികളും അതേപോലെ തന്നെ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അകത്തുനിന്നും സംഘടിതമായി അനവധി കുതന്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് പുറത്തു പോവുകയും അതേപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആധാരങ്ങളെ അഥവാ വിശുദ്ധ ഖുർആനിന്റെ നസ്സുകളെപ്പോലും സ്വഹിയായ ഹദീസുകളെപ്പോലും പച്ചക്ക് നടുറോട്ടിൽ പുച്ഛിക്കുകയും അതേപോലെ തന്നെ പ്രബോധന മേഖലയിൽ പുതിയ നൂതന മാർഗങ്ങൾ കണ്ടുകൊണ്ട് ദഅവാ പ്രവർത്തനത്തെ തകിടമറിക്കുകയും ചെയ്ത മടവൂരികളും അതുപോലെ തന്നെ അവരുടെ ആരോപണങ്ങൾ കേട്ട് അവരുടെ കുപ്രചരണങ്ങൾ കേട്ട് അതിലെന്തൊക്കെയോ വസ്തുതകൾ ഉണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മടവൂരികളുടെ ചില താല്പര്യങ്ങളെ കടമെടുത്തുകൊണ്ടും കേരളക്കരയിൽ നിന്ന് ഈ മഹത്തായ ആദർശ തനിമയെ എതിർത്തുകൊണ്ടിരിക്കുന്ന നവമടവൂരികളും എല്ലാം സഹോദരങ്ങളെ ഈ വെളിച്ചത്തെ ഊതിക്കെടുത്തുവാനാണ് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ കൃത്യമായി പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിത്തളം ഉയർത്തു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടി ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു. അവിടെ നിന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനോട് പറയുന്നു, ഇത് നിങ്ങൾ ഇവിടെ ഹാജരുള്ളവരാണ്,
ഇത് ഹാജറില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ കാലഘട്ടങ്ങളിലും ആദർശ തനിമയോടുകൂടി ഓരോ കൊച്ചു കൊച്ചു സംഘങ്ങൾ കൃത്യമായി ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേരളക്കരയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനവും പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ ഈ പ്രസ്ഥാനം ഇന്ന് ഇതിന്റെ ആദർശ വൈരികളിൽ നിന്ന് ഇതിന്റെ ആദർശ വക്താക്കളും അതുപോലെ തന്നെ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനവും ഇന്ന് അനവധി വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രയാസങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത് തൗഹീദ് പറയാനുള്ള ധാർമ്മിക അവകാശം ഇനി മുജാഹിദുകൾക്കില്ല എന്നാണ്. എന്തുകൊണ്ട്? 2012 മുതൽ ഒരു പുതിയ തൗഹീദാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കാലങ്ങളായി ഷിർക്കിൽ തന്നെയായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന ആകുന്നത് എപ്പോഴാണ്? ആകാത്തത് എപ്പോഴാണ്? കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ളത് എപ്പോഴാണ്? ഇപ്പുറത്തുള്ളത് ഏതാണ്? അഭൗതികം എന്താണ്? ഭൗതികം എന്താണ്? അതുപോലെ തന്നെ തൗഹീദ് എപ്പോഴാണ്? ഷിർക്ക് എപ്പോഴാണ്? എങ്ങനെയാണ് ഒരു കാര്യം തൗഹീദാവുക? എങ്ങനെയാണ് ഒരു കാര്യം ഷിർക്കാവുക എന്നൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നിങ്ങളുടെ പാളയത്തിൽ നിന്ന് വ്യക്തമായ ഒരു നിലപാടില്ല എന്നൊക്കെ ഇങ്ങനെ സമൂഹത്തില് ചില ആളുകൾ ഏണി വെച്ചു കൊടുത്തത് കൊണ്ട് പലപ്പോഴും ഇത് ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആദർശ കുപ്രചരണങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ല വസ്തുതയുമുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദ് പറയാനുള്ള ധാർമ്മിക അവകാശമില്ല എന്നത് ആധികാരികമാണോ? അത് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ എങ്കിൽ അത് നമ്മൾക്ക് പരിശോധിക്കണം, തിരുത്തപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അത് കേവലം ഊതി വീർപ്പിച്ചിട്ടുള്ള ചില കുപ്രചരണങ്ങളും അല്ലെങ്കിൽ പ്രമാണത്തിന്റെ പിൻബലത്തിലില്ലാത്ത ആരോപണങ്ങളുമാണെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഓരോ വക്താക്കളും അതുപോലെ തന്നെ ഇതിനെ കൃത്യമായി നോക്കിക്കാണുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളും അത് തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വിഷയത്തിന്റെ അകത്തലങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി അങ്ങനെ അരങ്ങേറാനുള്ള പശ്ചാത്തലം വിശദീകരിച്ചു കഴിഞ്ഞു സ്വാഗത ഭാഷണത്തിലൂടെ. നമുക്കറിയാം, കേരളത്തിലെ സമസ്ത വിഭാഗം ഇവിടെ വന്നുകൊണ്ട് മുസ്തഫ അഷ്റഫി കക്കുംപടി എന്ന ഒരു മുസ്ലിയാര് മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഒരു പരിപാടി ഇവിടെ അവതരിപ്പിച്ചു. ആ പരിപാടിയിലുടനീളം അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം പരിണാമ സിദ്ധാന്തം പോലെ ആ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. സത്യത്തില് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ തൗഹീദിന്റെ കൃത്യമായ വിശ്വാസങ്ങളും അതുപോലെ തന്നെ ശിർക്ക് കടന്നു വരുന്ന വഴികളെ പറ്റിയും ഖുർആനിന്റെ സുന്നത്തിന്റെ സലഫ് സ്വാലികളുടെ പാതയനുസരിച്ചുകൊണ്ട് വിശദീകരിക്കുന്ന ഏതൊരു വിഭാഗവും ഏറ്റുവാങ്ങേണ്ടി വരുമെന്നത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യാഥാർത്ഥ്യമാണ്. വമൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ വഅലൈക്കും ബിസുന്നതി സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ കാലശേഷം സ്വഹാബത്തെ നിങ്ങൾക്ക് കാണാം ഈ ദീനിൽ ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ, അനവധി ചിന്താധാരകൾ ഉടലെടുക്കുന്നതാണ്. അങ്ങനെ ഓരോ ചിന്താധാരകളിലേക്കും അവരവർ ഖുർആനിന്റെ ആയത്തോതി ഹദീസ് ഓതിക്കൊണ്ട് അവരുടേതായ ഭൗതിക താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് വിളിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തില് എന്റെ മൂത്താപ്പ എവിടെയാണ്, അമ്മാവൻ എവിടെയാണ്, എന്റെ കുടുംബങ്ങൾ എവിടെയാണ്, ഭൂരിപക്ഷം എവിടെയാണ്, നാട്ടുകാരെവിടെയാണ്, അല്ലെങ്കിൽ ഞാൻ ആദരിക്കുന്ന നേതാക്കന്മാർ എവിടെയാണ് എന്നിങ്ങനെ നോക്കിക്കൊണ്ട് ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേക്കേറാനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ തനതായ ചര്യയിലേക്ക് നിങ്ങൾ മടങ്ങണം. ഏതാണ് ആ ചര്യ? ഓരോരുത്തരും തന്നിട്ട പ്രകാരം വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളച്ചൊടിച്ചുകൊണ്ട് കിതാബുകളിൽ കൈക്കറി നടത്തിക്കൊണ്ട് വാദിക്കുന്ന സുന്നത്തിലേക്കാണോ? അല്ല. അതിന് വ്യക്തമായ ഒരു ചൂണ്ടുപലക റസൂലുള്ളാഹി വിട്ടു തന്നു, ഒരു ഉരസുകല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നു. ഇനി ഒരിക്കലും സംശയത്തിനിടയില്ലാത്ത വിധം കൃത്യമായ പരിഹാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അല്ലദീന മിൻ ബഅദി, എന്റെ കാലശേഷം ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ എന്നിൽ നിന്ന് കൃത്യമായി നെഞ്ചിലേറ്റിയ ഒരു ഇഞ്ച് പോലും കൂട്ടാതെ കുറക്കാതെ അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുള്ള സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ നായകന്മാരായ ഖുലഫാകൾ, ആ പാത നിങ്ങൾ പിൻപറ്റണം. അല്ലാഹു അലൈഹാ ബിന്നവാജിദ്,
അതിന് അണപ്പല്ല് ചേർത്ത് നിങ്ങൾ കടിച്ചു പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരൊക്കെ ഏതൊക്കെ രൂപത്തില് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെയും ഇതിന്റെ ദാവാ പ്രവർത്തനങ്ങളെയും വേറെ ഏതെങ്കിലും തലങ്ങളിലേക്ക് തിരിച്ചുവിടുവാനും ഇതിനെ ഊതിക്കെടുത്തുവാനും വേണ്ടി ശ്രമിച്ചാലും ഒരിക്കലും തന്നെ ഭൗതികമായ ഒരു പക്ഷേ ഈ ആദർശം പ്രബോധനം ചെയ്യാനുള്ള ഉപകരണമാകുന്ന സംഘടന അതിന്റെ ചില ഭാഗങ്ങൾക്കും വക്കുകൾക്കും ഇടിവ് സംഭവിച്ചേക്കാം എന്നതിലപ്പുറം ആദർശത്തെ ഊതിക്കെടുത്തുവാൻ ഒരാൾക്കും സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ ഈ വിഷയത്തിലേക്ക് വേണ്ടി തുടക്കത്തിൽ ചൊല്ലിവെച്ച ഹദീസ്, ലാ തസാലു ത്വായിഫത്തൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ത്യനാൾ വരെ ഹക്കിന്റെ മാർഗത്തില് കൃത്യമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു സംഘം അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർ വിമർശനങ്ങൾ ഏറ്റുവാങ്ങും, അവർക്ക് അനവധി പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ പ്രയാസങ്ങളും വിമർശനങ്ങളും വകവെക്കാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മാമിൻ നബിയിൻ ബഅസഹുല്ലാഹു ഉമ്മത്തുൻ ഖബ്ലി ഇല്ലാ കാന ലഹു മിൻ ഉമ്മതി മിൻ ഹവാരിയൂന വഅസ്ഹാബു യഖുദൂന ബിസുന്നതി വയക്തദൂന ബിഅംരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഓരോ അമ്പിയാക്കൾക്കും ആ അമ്പിയാക്കൾ കൊണ്ടുവന്ന ലാ ഇലാഹ ഇല്ലല്ലയെയും ആ അമ്പിയാക്കളിലൂടെ അല്ലാഹു നടപ്പാക്കിയ ശരീഅത്തിനെയും അംഗീകരിക്കുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്കും വലിയൊരു അനുയായ വൃന്ദമുണ്ടായി. എന്നാൽ അള്ളാന്റെ ഹബീബ് പറയുകയാണ്, അതിനുശേഷം പിന്നീട് ആ നല്ല കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഒരു വൃത്തികെട്ട കാലഘട്ടം വരാനുണ്ട്. വിശ്വാസങ്ങളിൽ, കർമ്മങ്ങളിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളില് പ്രമാണവിരുദ്ധമായ നീക്കങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള ഒരു പ്രത്യേകമായ കാലം വരാനുണ്ട്. ആ സമയത്ത് കൈകൊണ്ട് അത്തരത്തിലുള്ള തിന്മകളെ തടയുന്നവരാണോ അവനാ മുഅ്മിന്. ആര് നാവ് കൊണ്ട് ആർജവത്തോടുകൂടി കൃത്യമായി പക്ഷപാതിത്വമില്ലാതെ അതുപോലെ തന്നെ സംഘടനാ താല്പര്യങ്ങൾ വകവെക്കാതെ ആദർശത്തെ സംരക്ഷിച്ചുകൊണ്ട് ആര് നാവ് കൊണ്ട് കാര്യങ്ങൾ പറയുന്നുവോ അവനാകുന്നു മുഅ്മിൻ. ഇനി അതിനൊന്നും കഴിയാത്ത ദുർബലമായ ഈമാനിന്റെ അവസ്ഥയാണോ എങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അതിനെ ജിഹാദ് ചെയ്യുന്നവനാണ് മുഅ്മിൻ. അഥവാ അതിനോട് പക്ഷം ചേരാതെ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും അത്തരത്തിലുള്ള ദഅവത്ത് മടക്കുന്ന ഈ മഹത്തായ ആദർശ തനിമ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തെ മുറിച്ചു കളയുന്ന കുതന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കാതെ അതിനെ കൃത്യമായി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസാനത്തെ കടുകുമണിയുടെ അത്ര ഈമാനെങ്കിലും അതിൽ വേണം. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വളരെ വ്യക്തമായി കൊണ്ട് പ്രവാചകന്റെ ഈ പ്രവചനത്തിലൂടെ നമുക്ക് ആശ്വസിക്കാവുന്നതാണ്. കാരണം ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സലഫ് സ്വാലികളുടെ മാർഗം പിൻപറ്റുന്ന ഒരു സലഫി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുത്തബീനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശം അവനെ കൊണ്ടു നടക്കാൻ കഴിയാത്ത വിധം വമ്പിച്ച പ്രതിസന്ധിയിലാണ് കാലഘട്ടം നീങ്ങിപ്പോകുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം നടത്തിയ കൂട്ടത്തിൽ, വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചെന്ന കൂട്ടത്തിൽ, ഒരുപാട് ഹദീസുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്ത് വഇന്ന മിൻ വറായിക്കും അയ്യാമൻ അസ്സബ്റു ഫീഹിന്ന മിസ്ൽ ഖബ്ലി അലൽ ജംറ. എനിക്ക് ശേഷം ഒരു കാലഘട്ടം വരാനുണ്ട്. റസൂൽ പറയാണ്, സ്വഹാബത്തെ, എന്റെ ഈ സമുദായത്തിൽ ഒരു വിഭാഗം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ എന്താണ് ആ വിഭാഗത്തിന്റെ അവസ്ഥ? അവർ തീക്കട്ട കയ്യിൽ പിടിച്ചവരെ പോലെയായിരിക്കും. അഥവാ നന്മയനുസരിച്ചുകൊണ്ട്, കൃത്യമായി പ്രവാചകന്റെ സുന്നത്തനുസരിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിയ സലഫിയത്തിന്റെ മാർഗത്തിലൂടെ ദീന് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയുള്ള പ്രതിസന്ധിയെ പോലെ ഈ രൂപത്തിൽ കടന്നു വരുമ്പോൾ അന്ന് നന്മ നെഞ്ചിലേറ്റുന്ന, അന്ന് കൃത്യമായ ആദർശത്തിന്റെ തേരാളികളായി മാറുന്ന ആളുകൾക്കുള്ള സന്തോഷ വാർത്ത എന്താണ്? 50 ആളുകൾ ഒരുമിച്ച് ചെയ്യുന്ന പുണ്യമാണ് ആ കാലഘട്ടത്തിൽ ആ ജനങ്ങൾക്ക്, ആ വ്യക്തികൾക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ആളുകൾക്ക് ലഭിക്കുന്നത്. ആശ്ചര്യത്തോടുകൂടി സ്വഹാബത്ത് ചോദിക്കുകയാണ് റസൂലിനോട്, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അജ്റു മിന്നാ വ മിൻഹും യാ റസൂലല്ലാഹ്, ഞങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലം ആ ആളുകൾക്ക് ലഭിക്കുമെന്നാണോ? അല്ല, അന്നത്തെ 50 ആളുകളുടെ പുണ്യം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്റു 50 മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നിരാശപ്പെടേണ്ട.
നമുക്ക് തൗഹീദ് പറയാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടു എന്നും നമ്മുടെ തൗഹീദെല്ലാം യഥാർത്ഥത്തിൽ ഉടച്ചു വാർക്കേണ്ടതാണെന്നും ശിർക്ക് കലർന്ന വിശ്വാസങ്ങളാണ് നമ്മളിൽ തളം കെട്ടി നിൽക്കുന്നത് എന്നുമൊക്കെ ആരൊക്കെ എവിടെ വെച്ച് എങ്ങനെയൊക്കെ ഒരുമിച്ച് പറഞ്ഞാലും അതൊന്നും നമ്മൾ വകവെക്കേണ്ടതില്ല. തെളിവിന്റെ പിൻബലത്തിലാണെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആരും അത് നെഞ്ചിലേറ്റേണ്ടതില്ല. കാരണം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കൃത്യമായി ഈ അന്ധവിശ്വാസങ്ങൾ പരന്ന സമൂഹത്തിലേക്ക് കൃത്യമായി പ്രവേശിച്ചപ്പോൾ പറഞ്ഞതെന്താണ്? അന്ധമായ തഖ്ലീദ് നമുക്ക് ഏതൊരു വ്യക്തിയോടും പാടില്ല, ഏതൊരു പ്രസ്ഥാനത്തോടും പാടില്ല. നമ്മുടെ അന്ധമായ തഖ്ലീദ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. ആ റസൂലുള്ളാഹി കൊണ്ടുവന്നിട്ടുള്ള കൃത്യമായ ആദർശ തനിമയിലാണ്. അതുകൊണ്ട് നമ്മൾ മുത്തബികളാണ്, നമ്മൾ മുഖല്ലിദുകളല്ല. അതുകൊണ്ട് സമൂഹമേ, നിങ്ങൾ മുഖല്ലിദുകളാകാൻ പാടില്ല. തെളിവിന്റെ കൃത്യമായ പിൻബലത്തില് കാര്യങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കി, അബദ്ധമുണ്ടെങ്കിൽ തിരുത്തിയിട്ട്, പുതിയതാണെങ്കിൽ അത് പ്രമാണത്തിലുള്ളതാണെങ്കിൽ പഠിച്ചിട്ട് കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകണം. അതാണ് മുജാഹിദ് പ്രസ്ഥാന സമൂഹത്തെ ഉണർത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 50 സ്വഹാബികൾ ഒരുമിച്ച് ചെയ്യുന്ന പ്രതിഫലമാണ് ഇന്ന് ഒരു മുവഹിദായ, ഒരു മുത്തബിയായ, ഒരു സത്യവിശ്വാസി താടി നീട്ടിയാൽ 50 സ്വഹാബികൾ താടി നീട്ടിയ പ്രതിഫലം ലഭിക്കും. നെരിയാണിക്ക് മുകളിൽ നമ്മൾ വസ്ത്രം ധരിച്ചാൽ അതുപോലെയുള്ള പ്രതിഫലം ലഭിക്കും. കൃത്യമായി ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ മാനിച്ച് ഹദീസുകൾക്ക് നൽകുന്ന പവിത്രത കളങ്കപ്പെടുത്താതെ ജീവിച്ചാൽ 50 സ്വഹാബികൾക്ക് ലഭിച്ച പ്രതിഫലം ലഭിക്കും. പിന്നെന്തിനാണ് നമ്മൾ നിരാശപ്പെടുന്നത്? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയില് സ്വഹാബത്തിന്റെ കൂടെ നമുക്കൊക്കെ സ്വർഗത്തിന്റെ ഉന്നതമായ പർദീസകളിൽ പങ്കുകൊള്ളാൻ കഴിയുമോ? ഇല്ല, നമ്മളൊക്കെ ദുർബലരാണ്, എത്രയോ താഴെയായിരിക്കും എന്ന നിരാശ നമുക്ക് വേണ്ട. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഈ പറഞ്ഞ ഗണത്തിൽ പെട്ടുകഴിഞ്ഞാൽ, ഇപ്പറഞ്ഞ ആദർശ പ്രതിബദ്ധത കൈവടിയാതെ മുന്നോട്ട് പോയാൽ, ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ, അഥവാ അല്ലാഹുവിന്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സ്വീകരിക്കുന്നുവോ, അക്കൂട്ടർ അല്ലാഹു തആല തൃപ്തിപ്പെട്ട അമ്പിയാക്കളുടെ കൂടെയാണ്, സിദ്ദീഖുകളുടെ കൂടെയാണ്, സ്വാലിഹീങ്ങളുടെ കൂടെയാണ്, സജ്ജനങ്ങളുടെ കൂടെയാണ്. ഈ ആയത്ത് നമുക്ക് ആശ്വാസം പകരണം. ഇപ്പറഞ്ഞ ഹദീസും നമുക്ക് ആനന്ദവും ആവേശവും ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മൾ നിരാശരാകണ്ട. നമ്മൾ നമ്മുടെ തൗഹീദി പ്രബോധനവുമായി അന്ധവിശ്വാസങ്ങളെ, കോട്ടകുത്തലങ്ങളെ തച്ചു തകർക്കുന്നതിന് വേണ്ടി രംഗത്ത് വരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അത് നെഞ്ചിലേറ്റണമെന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാര് ഉൾപ്പെടെയുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ പരിണാമ സിദ്ധാന്തം പോലെയാണ് മുജാഹിദിന്റെ ആദർശം എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് വിഷയങ്ങളുണ്ട്, എല്ലാത്തിലേക്കും ഞാൻ കടന്നു പോകേണ്ടതില്ല, കാരണം അത് ആധികാരികമായ ഒരു ചർച്ചയല്ല. എന്നാൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകളുടെ നിലപാട് ഈ വിഷയങ്ങളിൽ, പ്രാർത്ഥനയും തൗഹീദും എന്ന ഈ വിഷയങ്ങളിലെല്ലാം മാറിയിട്ടുണ്ട്, അതെല്ലാം വ്യതിചലിച്ചിട്ടുണ്ട്. അവർ പണ്ട് പറഞ്ഞ തൗഹീദിന്റെ മാനദണ്ഡത്തിൽ നിന്ന് കൃത്യമായി അവര് തകർന്നു പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാര്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയുകയാണ് എന്ത്? ജിന്നും മുജാഹിദും പരിണാമങ്ങളും ഒരു നൂറ്റാണ്ട് എന്ന ഒരു ക്യാമ്പയിൻ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി ഇൻഷാ അല്ലാഹ് നമ്മൾ കേരളക്കരയില് മുന്നോട്ട് പോവുകയാണ്. കേട്ടാൽ തോന്നൽ എന്താ അറിയോ? പുതിയതായിട്ട് 2012 എന്തോ ഒരു പുതിയ വ്യതിയാനം സംഭവിച്ചു. പുതിയ രൂപത്തില് ചുരുക്കിലേക്ക് ആളുകൾ ഒഴുകി, ചില ആളുകൾക്ക് പുതിയൊരു തൗഹീദ് ലഭിച്ചു എന്ന രൂപത്തിലാണ്. സത്യത്തിൽ ഇത് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് കൂടൊഴിഞ്ഞു പോയ മടവൂരികൾ 2002 ശേഷം പിടിച്ചു നിൽക്കാൻ ആദർശം കൈയില്ലാത്തതിന്റെ പേരില് പ്രിയപ്പെട്ടവരെ വലിച്ചിട്ട വിഷയമാണ് ജിന്നും സിഹറും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുമായി അവർ കേരളത്തിലുടനീളം ഹദീസ് നിഷേധിയായ ആധുനിക ചേകനൂരിയായ സലാസുല്ലമി ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ലേബിളിൽ ഊരുചുറ്റിയപ്പോൾ അതിശക്തമായി കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഓരോ പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും എഴുത്തുകാരും പ്രാമാണികമായി മറുപടി കൊടുത്തു. പക്ഷേ ഇത് കേരളക്കരയിൽ ഇങ്ങനെ കൊണ്ടു നടന്നപ്പോൾ ഇതിന് പിൻബലമേകാൻ വേണ്ടിയിട്ട് എന്തു ചെയ്തു? ഈ മടവൂരികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആദ്യമായി കേരളത്തിൽ മുജാഹിദുകളുടെ ആദർശവൈരികളായ കാന്തപുരം സുന്നികൾ രംഗത്തു വന്നു. അവര് മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്ന് പിശാച് സിഹ്ർ വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഏകദേശം അവർ ക്യാമ്പ് പ്രഖ്യാപിച്ച് ഊരു ചുറ്റി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പണ്ഡിത കേസരികൾ, പ്രഭാഷകന്മാർ, എഴുത്തുകാർ, സാധാരണ പ്രവർത്തകർ പോലും കൃത്യമായി ഈ സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ഈ മഹത്തായ ആദർശത്തെ സംരക്ഷിച്ചു പോന്നു. ആദർശ വൈദികളുടെ ആശയ പാപ്പരത്വം ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ആ രണ്ട് വിഭാഗവും എല്ലാ തരത്തിലുള്ള ഈ ജിന്ന് പിശാച് നടക്കൂല എന്ന് വിചാരിച്ച് ഒഴിവാക്കി. അതവിടെ ഇട്ടപ്പോഴാണ് നമ്മുടെ മൃദുല സമസ്തക്കാർ, അഥവാ ഈ മൃദുല സമസ്ത എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങള് ഓൽക്ക് ഈ മൃദുലത ഉള്ളതുകൊണ്ട് ആൾക്കാരെ കേപ്പി ആകില്ലോ എന്നുള്ളൊരു ബേജാറ്. അപ്പൊ ഈ ഏപ്പി ആകില്ലോ എന്നുള്ളൊരു ബേജാറുകൊണ്ട് നമ്മൾ മുജാഹിദുകളോട് എതിർക്കുന്ന കാര്യത്തിൽ തീവ്രത ഉള്ളവരാണ് എന്ന് വരുത്തി തീർക്കാൻ ഇതിന്റെ ഉള്ളില് ചില ആളുകളൊക്കെ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരും എന്ത് ചെയ്തു, ആ കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മടപൂരികളും കാരന്തൂരികളും ചവച്ചു തുപ്പിയ ചപ്പു ചവറെടുത്ത് വീണ്ടും വിഴുങ്ങി. എന്നിട്ട് നമ്മളെ കക്കുംപടിയെ പോലെയുള്ള അമ്പലക്കടവിനെ പോലെയുള്ള ആളുകള് വിഴുങ്ങിയിട്ട് ഒന്നും കൂടി കക്കി നോക്കിയപ്പോ അന്നും കൊടുക്കേണ്ട മറുപടി കൊടുത്ത് മൂലക്കലായി. അങ്ങനെ സഹോദരങ്ങളെ, തടസ്സമില്ലാത്ത പ്രബോധനം, രണ്ട് മഹത്തായ സമ്മേളനങ്ങളും സാൽവേഷനുകളും വിദ്യാർത്ഥി സമ്മേളനങ്ങളും യുവജന പ്രചരണങ്ങളുമായി കേരളക്കരയില് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ലേബലിൽ ഖുർആനും സുന്നത്തും സലഫ് സ്വാലികളുടെ മാർഗവും പടർന്ന് പന്തലിച്ചു പുഷ്പിച്ച് കായിച്ചു. അതിന്റെ പരമകാഷ്ഠയിലെത്തി നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ആളുകൾ തന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിന്റെ ഭാഗമായി അവർ പുറത്തുവിട്ട ചില സീഡികൾ, ആ സീഡികളുമായി വീണ്ടും അതാ ചില ആദർശവൈരികൾ രംഗത്ത് വന്നതാണ്. ആ ആദർശവൈരികൾ രംഗത്ത് വന്നിട്ട് അവർ ഉന്നയിച്ചത് എന്താണെന്നറിയോ നിങ്ങള്? പുതിയ തെളിവല്ല. 2007 ഇസ്ലാഹ് മാസികയിൽ വന്ന അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശം. ആ പരാമർശത്തിലെ ഒരു വാചകം സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് മുജാഹിദുകള് ഇത്ര കാലം ഇവിടെ പറഞ്ഞ തൗഹീദ് പൊളിഞ്ഞു എന്ന് അവർ ആദ്യം ആരോപിച്ചു. ഇന്ന് പലരും ആരോപിക്കുന്നു, എന്നാൽ ആദ്യം ആരോപിച്ചത് ആ വിഷയമാണ്. അതിനെപ്പറ്റിയാണ് ഇവിടെ കാര്യമായി കക്കുംപടി വന്ന് ആമുഖത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ വ്യക്തമായ കാര്യം, അഥവാ ഈ പുകമറങ്ങട്ട് നീക്കിയിട്ട് മുജാഹിദുകൾക്ക് തൗഹീദ് പറയാൻ ധാർമ്മികത ഉണ്ടോ ഇല്ലേ എന്നത് ഇവിടെ ആദ്യം ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇവിടെ സമസ്തക്കാർ ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളും ഖുറാഫാത്തുകളും അവരുടെ ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് തെളിയിക്കാൻ പോകുന്നത്. കാരണം അടിസ്ഥാനപരമായി നമുക്കിതിന് അർഹത ഉണ്ടോ അല്ലേ തെളിയിച്ചിട്ടല്ലേ നമുക്കിപ്പോ ഈ പുതിയ പ്രബോധന മേഖലയിലേക്ക് ഇപ്പൊ ഈ സമയത്ത് ഇറങ്ങുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അത് പറയാതെ ഞാൻ ഈ കുറെ ഖുറാഫാത്തിനെതിരെ മാലി മൗലൂദൊക്കെ ഓതിയിട്ട് പറഞ്ഞു പോയാൽ അതൊരു പരിഹാസ്യമയമാണെന്ന് ഇരിക്കുന്നവർക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് ആദർശ പ്രതിബദ്ധതയോടുകൂടി യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ വൈരാഗ്യമോ പകയോ മറ്റു ദുരുദ്ദേശങ്ങളോ ഇല്ലാതെ പ്രപഞ്ച സട്ടാവായ നാഥനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ദഅവത്തിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവര് ഇവിടെ ചില കാര്യങ്ങൾ പച്ചക്ക് പറയുന്നത്. പലപ്പോഴും സദസ്സിലുള്ളവർക്ക് പറ്റിയില്ല എന്ന് വരാം, അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറ്റിയില്ല എന്ന് വരാം. പക്ഷേ ആളുകളുടെ എല്ലാവരുടെയും തൃപ്തി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ തടസ്സം നീക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കുളച്ചണ്ടി നീക്കി ഈ ആദർശവുമായി മുന്നോട്ട് പോകാൻ ഇവിടെ ഇന്ന് ഈ കെ വിഭാഗത്തിന്റെ കുപ്രചരണങ്ങൾക്ക് കൃത്യമായി വസ്തുനിഷ്ഠമായി ഇൻഷാ അല്ലാഹ് മറുപടി പറയാൻ പോവുകയാണ്. അതുകൊണ്ട് ആദ്യമായി മുസ്തഫ ഷഫീഖ് കക്കുംപടി എന്ന മുസ്ലിയാര് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് കക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. പരിണാമ സിദ്ധാന്തം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടന സംസ്ഥാന വ്യാപകമായി തന്നെ ഈ വിഷയം ക്യാമ്പയിൻ ആചരിക്കുക. ജിന്നും മുജാഹിദും പരിണാമങ്ങളുടെ ഒരു നൂറ്റാണ്ട്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വരുന്ന വെള്ളിയാഴ്ച 5-ാം തീയതി വെള്ളിയാഴ്ച മണ്ണാർക്കാട് വെച്ചുകൊണ്ട് സംസ്ഥയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ചെറുഷേഖ് സാർ നിർവഹിക്കാൻ പോവുകയാണ്. മുതലേക്ക് എത്തിക്കട്ടെ വിഷയം. ഒരു കാലത്ത് ഇതിന്റെ പേരിലല്ലേ ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചത്? എന്തൊക്കെ പറഞ്ഞു സമുദായത്തെ കുറിച്ച്? വേദനയില്ലേ നമുക്ക്? എന്നിട്ടോ പറഞ്ഞു എന്ന് മാത്രമല്ല, എന്തൊക്കെ എഴുതിയറിയങ്ങള് ഈ കാണുന്നത് ഇസ്ലാം മാസികയാണ്. ഇസ്ലാം മാസിൽ എന്തുവരെ എഴുതി വെച്ചു നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ആരൊക്കെ മറുപടി ആയിട്ട് എഴുതുന്നറിയങ്ങള്? ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അന്ന് ഇവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ മറുപടി എന്നൊക്കെ എഴുതി വെച്ചു അമ്പലക്കടവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ. സംഭവം കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഗംഭീരമാണ് നമ്മൾ ഇത്രത്തോളം മനസ്സിലായത്. ഇപ്പൊ പൊട്ടിത്തെറിച്ചല്ലേ ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിരിക്കല്ല പ്രശ്നം തുടങ്ങിയത്. അമീദ് ഫൈസിയുടെ ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി എഴുതി വന്നപ്പോ
എഴുതി എന്താ എഴുതിയ നിങ്ങള് കേട്ടോളൂ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്നൊരാൾ തന്റെ ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ തൊട്ടടുത്ത് ശബ്ദം കേൾക്കുന്ന ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം. ഇപ്പൊ രാത്രി നമ്മളിങ്ങനെ പോകണം, പരിപാടി കഴിഞ്ഞിട്ട് പോകണം. നമ്മളതിന് ടോർച്ചൊന്നുമില്ല. നമ്മളിപ്പോ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവർ പല വീട്ടിലേക്കും പോയി. പിന്നെ നമുക്ക് ചെറിയൊരു വഴിയുടെ മുകളിലേക്ക് പോകണം. അപ്പൊ ശബ്ദം കിട്ടും. എന്തോ ആയിക്കോട്ടെ, ഇനി ബൊമ്മയിലുണ്ടോ ചോദിക്കരുത് കേട്ടോ, ഒരു ശബ്ദം കിട്ടും. അപ്പൊ ശബ്ദത്തിന്റെ ഉടമ മൊഴി പറയാം, അത് ആരായിരിക്കാം? ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കൈവിൽ പെടാത്തതോ തേടുകയില്ല. ആ സഹായാർത്ഥന ശിർക്കല്ല. എങ്ങനെ? നിങ്ങൾ കുടിയിൽ പോണ സമയത്ത് നമ്മളുണ്ടല്ലോ, കുടിയിൽ കഴിഞ്ഞാല് മമ്പർത്തുപ്പാപ്പാ കാക്കടെ സഹായിക്കണ വരും പോലെ മുജാഹിദുടെ ജിന്നുപ്പാപ്പാ എന്ന് സഹായം തേടി ആ സഹായാർത്ഥന ശിർക്കല്ല. ഇപ്പൊ എവിടേക്കെത്തി? അമ്പിയാക്കളൊരു ശിർക്ക്, ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ല. അതിന്റെ പേരിലല്ലേ ഇന്നും പുളിക്കൽ പ്രസംഗം കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളെ പ്രസംഗിക്കുന്നത്. നമ്മൾ അന്നേ ചോദിച്ചു, ഈ ഇസ്ലാം മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ തൗഹീദിന്റെ അവസ്ഥ എന്താ? അപ്പൊ അത് ജബ്ബാർ പോലെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ സഹോദരങ്ങള്, അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും സഹായം തേടുന്നത് ശിർക്ക്, ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടുന്നത് തൗഹീദ്. ഇത് വൈരുദ്ധ്യമല്ലേ എന്നാണ് സഹോദര. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ വ്യക്തമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും തന്നെ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനോടോ വ്യക്തിയോടോ ശക്തിയോടോ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ഒരു സഹായത്തേട്ടവും നൽകാം അല്ലെങ്കിൽ അത് ചോദിക്കാമെന്നും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ജിന്നുപ്പാപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞാല് പ്രാർത്ഥിക്കാം, അത് ശിർക്കല്ല. എന്നാൽ മമ്പറത്തൊപ്പാപ്പ എന്ന് പറഞ്ഞാൽ അത് ശിർക്കുമാണ് എന്ന്. ഇത് ഇന്ന് ആരോപിക്കാൻ തുടങ്ങിയതല്ല. ഇന്ന് ആരോപിക്കാൻ അവർക്ക് പ്രചോദനമുണ്ടായതിന്റെ വസ്തുത എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഇതിന്റെ താഴെ വരും. എന്നാൽ ഇത് വളരെ വ്യക്തമായി കൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാഹ് മാസികയില് ഈ ശിർക്കും ഖുറാഫാത്തും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിന്റെ മുതുകിൽ വെച്ച് കെട്ടാൻ വേണ്ടി യഥാർത്ഥത്തിൽ ലഈഫായ ഹദീസുകളും യുക്തിവാദങ്ങളും കുസൃതി ചോദ്യങ്ങളുമായി കൊണ്ട് അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് സത്യധാരയിൽ എഴുതിയിട്ടുള്ള ആ ഒരു ലേഖനത്തിന് മറുപടിയായിക്കൊണ്ട് ഇസ്ലാഹ് മാസിക എന്ന തൗഹീദിന്റെ അക്ഷര ശബ്ദം, ആ അക്ഷര ശബ്ദത്തിൽ വ്യക്തമായിക്കൊണ്ട് 1, 2, 3, 4 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഹമീദ് വൈസി അമ്പലക്കടവിന്റെ അമ്പരപ്പിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഉത്തരം നൽകി. അത് യഥാർത്ഥത്തിൽ വലിയ അമ്പരപ്പിക്കുന്ന ചോദ്യം തന്നെ ആയിരുന്നു എന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ കൊച്ചാക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരാളുകൾക്കും സഹോദരങ്ങളെ ആദർശം നെഞ്ചിലേറ്റുന്ന ഒരു പണ്ഡിതനും ഒരു പ്രവർത്തകനും ഒരിക്കലും തന്നെ അത് അമ്പരിപ്പിക്കുന്ന ചോദ്യമായി തോന്നിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ കെ സക്കരിയ സ്വലാഹി തന്നെ അമ്പലക്കടവിന്റെ അന്തം കെട്ട ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് 50 ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്ത് പുറമെ വേറെ 150 ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തത്. അപ്പൊ അതൊക്കെ അന്ന് ഇവിടെ നടന്ന കാര്യമാണ്. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് എന്തൊക്കെയോ ഒരു പുതിയ വിഷയം കിട്ടിയതായി ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് ചെറുശ്ശേരി ഉസ്താദ് ഉദ്ഘാടനം അതൊക്കെ നടന്നോട്ടെ. കാരണം എന്താ, സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ. അപ്പൊ അതിനു വേണ്ടി നടന്നോട്ടെ. പക്ഷെ ഞങ്ങൾക്കൊരു ബേജാറുമില്ല. കാരണം വളരെ മുമ്പ് തന്നെ ആധികാരികമായി ഈ ആരോപണങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞതെന്നറിയോ? കേട്ടോളൂ കൃത്യമായി നിങ്ങൾക്ക് ആ മറുപടി. ഹമീദ് വൈസി അമ്പലക്കടവിന്റെ ക്ലിപ്പിംഗ് ഇട്ടുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് സഹോദരങ്ങളെ കൃത്യമായി ആളുകൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേട്ടോളൂ നിങ്ങളത്. ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമേ പകലും ജിന്നിനോട് സഹായം ചോദിക്കാനാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മൾ നടന്ന മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം വെച്ചാൽ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാല സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാ. ഇപ്പൊ പറഞ്ഞത് അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുന്നു. കളവ്
ഒരു വാചകത്തിന്റെ തുണ്ടുത്തരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. അവർ പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ കുടുങ്ങിയാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളൂ. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാന്ന് പറയുന്നത്. കണ്ടോ? ആ വാചകം കൂട്ടിമാറ്റാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബോധികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒയ്ബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ മറിയ ഹാജറ ബീവി, ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുവയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീല് വന്ന് അവിടെ വന്ന് നിന്നപ്പോ ഐസ് ഐസ് എന്ന് ചോദിച്ചില്ലേ? ഐസ് ഐസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി പറയാം. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും ആരാണ് അർസിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല, അന്ന് ശബാബിൽ എന്നൊരു ചോദ്യമുണ്ട്. ഇതേ ചോദ്യം തന്നെ 1983 ആ കാലയളവ് 90-ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം. ആ ചോദ്യോത്തരം തൗഹീദ്, പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെയുണ്ട്. ഇത് ഈ വാചകം കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാം. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനി അടുത്ത വാചകം കേട്ടോ. എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അടുത്ത വാചകം കേട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ. ആ ചോദ്യോത്തരം തന്നെ യുവത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കിട്ടും. അതിൽ വരെ മുജാഹിദിൽ കൃത്യം കണ്ടോ? അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് യഥാർത്ഥത്തില് 1200 കൊല്ലമായി ശിർക്ക് സ്ഥാപിക്കുവാൻ, അതുപോലെ മഹാത്മാക്കളെ വിളിച്ചു തേടാൻ, അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഈ രൂപത്തിലുള്ള ശിർക്കൻ പിന്നെ വിശ്വാസങ്ങൾ ചെയ്തുകൊണ്ട് അതിലൂടെ ആശ്വാസം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഖുബൂരികൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ കൊടുത്തു പോകുന്ന മറുപടി, ആ മറുപടിയാണ് ചെറിയമണ്ടം അബ്ദുൽ ഹമീദ് മദനി അന്ന് കൊടുത്തത്. അതുപോലെ തന്നെ കൃത്യമായി കൊണ്ട് അമ്പരപ്പിക്കുന്ന അമ്പലക്കടവിന്റെ ചില നുണകൾക്ക് ആധികാരികമായി ഇസ്ലാഹ് മാസികയിലും കൊടുത്തത്. അതിന് വ്യക്തമായി മനസ്സിലായില്ലേ ഭൗതികമൊക്കെ ഒന്ന്. അപ്പൊ ഇനി കണ്ണേറ് സിഹർ ഇതൊക്കെ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങളെ വിശ്വാസത്തിൽ ശിർക്ക് വന്നില്ലേ എന്ന് പറയുന്നത് പരമ അബദ്ധമാണ്. കാരണം എന്താ? അതൊക്കെ വളരെ കൃത്യമായി മുജാഹിദുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ
ഇവിടെ ഈ രൂപത്തില് ആദർശം പ്രതിദാനം ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ, ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എഴുതിയ ആ പുസ്തകം, ശബാബിൽ വന്ന ആ ലേഖനം, അത് യഥാർത്ഥത്തിൽ ശിർക്കാണ് എന്ന് ഇപ്പോൾ ഇവിടെ ഇതാ മടവൂരികൾ കാന്തപുരം സുന്നികളുമായി നടത്തിയ ഒരു സംവാദത്തില് അംഗീകരിച്ചത്രേ. അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം മകൻ മരിച്ചാലും വേണ്ടിയില്ല, മരുമകളുടെ 2 തുള്ളി കണ്ണീര് കാണണം എന്ന ദുഷ്ടയായ അമ്മായിമ്മയുടെ ചിന്തയാണല്ലോ. അഥവാ ഇസ്ലാമിന്റെ ഈ ചട്ടക്കൂട് പൊളിഞ്ഞാലും വേണ്ടിയില്ല, ആദർശ പ്രബോധനം തടസ്സപ്പെട്ടാലും വേണ്ടിയില്ല, നമ്മളെ ചില താല്പര്യങ്ങൾ നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ കുമ്പസരിച്ച ആളുകളാണ്. അങ്ങനെ കുമ്പസരിച്ചത് കൊണ്ട് ഒരിക്കലും സഹോദരങ്ങളെ ആ കുമ്പസാരം പ്രാമാണികമല്ല. ഇനി മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്നേഹസംവാദം മാസിക, നമുക്കറിയാം ഹൈന്ദവ സഹോദരങ്ങൾക്ക്, ക്രൈസ്തവ സഹോദരങ്ങൾക്ക്, നിരീശ്വരവാദികൾക്ക് ഇസ്ലാമിന്റെ ആദർശം കൃത്യമായി പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി MM അക്ബർ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന മഹത്തായ സംഘടനയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാസിക. ആ മാസികയിലെ ചോദ്യോത്തര പങ്ക്തി കൈകാര്യം ചെയ്യുന്നത് ഈ ചെറിയ മുണ്ടമാണ്. ഇതിന്ന് മടവൂരികൾ അദ്ദേഹത്തെ ശിർക്കാരോപിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ബഹുദൈവാരാധകർക്ക്, ഇസ്ലാം അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് കൃത്യമായി ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ ഒരു മുശ്രിക്കിനെ ഉപയോഗപ്പെടുത്തുമോ അക്ബർ? ഇല്ല. അപ്പൊ MM അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ കൃത്യമായ ആദർശത്തിനോടുള്ള പ്രതിബദ്ധതയുണ്ട്. ഏതെങ്കിലും ചില പ്രമാണിമാരോടോ ചില സംഘടനാ താല്പര്യങ്ങളോടോ അങ്ങനെയുള്ള ആ ഒരു താല്പര്യം വെച്ചുകൊണ്ട് നട്ടല്ലില്ലാത്ത പ്രവർത്തനം അദ്ദേഹം ചെയ്യുമോ ഇല്ലേ നമുക്കറിയില്ല. ഇല്ല എന്നാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എപ്പോഴും പിരിച്ചു വിട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ശിർക്കുണ്ടെങ്കിൽ ഇതിനെങ്ങനെ സ്നേഹസംവാദത്തിൽ ചോദ്യോത്തര പങ്ക്തി കൈകാര്യം ചെയ്യാം അല്ലോ. അപ്പൊ ഇവിടെയെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ആളുകളുടെ കുപ്രചരണങ്ങളാണ്. ഇപ്പോ ഇവിടെ ഈ സമസ്തയിലെ അമ്പലക്കടവ് തൊഴുത്തുവിട്ടത് മുജാഹിദുകളുടെ ആദർശം പൊളിക്കാനായിരുന്നെങ്കിൽ അത് പൊളിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, വ്യക്തമായി മറുപടി പറഞ്ഞു. ഇനി സത്യത്തിൽ എന്താണെന്നറിയോ നിങ്ങള്, ഇത് അമ്പലക്കടവ് കൊത്തുന്നതിന് മുമ്പ് സലാം സുല്ലമി ആരോപിച്ച വിഷയമാണ്. ഈ ലേഖനം സലാം സുല്ലമി ആരോപിച്ചതാണ്. അങ്ങനെ ആരോപിച്ചുകൊണ്ട് കേരളക്കരയില് ഇത് തടസ്സപ്പെടുത്താൻ വേണ്ടി അവർ ഓടി നടന്നു. അന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പ്രാസംഗികന്മാര്, പണ്ഡിതന്മാര് വ്യക്തമായി കൊണ്ട് ആ വിഷയങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാലോകരറിയാൻ, ഈ ആദർശത്തിന്റെ ഒഴുക്ക് കൃത്യമായി നടക്കാനും ഈ തടസ്സങ്ങൾ നീങ്ങാനും വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ പറയുന്നത്. ഇത് ഇങ്ങനെയല്ലാതെ പറയാൻ പറ്റൂല. കാരണം എന്താ, നിങ്ങള് ഒരു കിണറ്റിന്റെ ഉള്ളിലുള്ള ചളി, ആ ചളി മാന്തി പുറത്തേക്കിടണമെങ്കിൽ കിണറ്റിന്റെ ഉള്ളിൽ ഇറങ്ങുന്ന വേണ്ടേ? പുറത്തു നിന്നിട്ട് മാന്തിയാ പറ്റുമോ? ഇല്ല. അപ്പൊ ഉള്ളിലേക്ക് ഇറങ്ങി എന്നെ മാന്തണം, അപ്പോഴേ ചളി പുറത്തേക്കാണ്ട് പോകുള്ളൂ. അപ്പൊ അത് മാന്തുമ്പോ വളരെ കൃത്യമായ ഒരു ആർജവും ഒരു ഈമാനും ആദർശ പ്രതിബദ്ധതയും കാത്തു സൂക്ഷിക്കേണ്ടി വരും. കാരണം നമുക്ക് ഈ ദഅവത്ത് നടത്താൻ മഹത്തായ KNM-ഉം KJ-യും എന്ന ഈ ഭൗതിക ബോഡി വേണം, അഥവാ ഈ സംഘടന വേണം. ഈ സംഘടന ഈ ദഅവത്ത് നടത്താൻ, ഈ ആദർശം പ്രബോധനം ചെയ്യാനുള്ള ഉപകരണമാണ്. അതുകൊണ്ട് ഇത് നശിപ്പിക്കുവാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ആരോപിച്ച സമസ്ത വിഭാഗത്തിന് മറുപടി കൊടുത്തു. ഇനി അതുപോലെ തന്നെ മടവൂർ വിഭാഗത്തിനും ഈ വിഷയത്തിൽ ആധികാരികമായി ഇസ്തിഖാമ എന്ന പ്രോഗ്രാമിൽ ഹനീഫ് കായക്കുടി മനസ്സു നൽകുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടോളൂ. പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത്. അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം, വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താമെന്ന് പറയുന്നവരാണ് എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയത് എന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ് മൗലവിയെ ക്ഷണിക്കുന്നു. അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം മുഷിയാക്കന്മാരുമായി സംവാദങ്ങൾ നടത്തുന്നു.
ഇത് കണ്ടപ്പോൾ ഹാലിളകിയ ഒരു വിഭാഗം, നമ്മുടെ നാട്ടിൽ അഡ്രസ് ഇല്ലാതെ പോയൊരു വിഭാഗം, അവർക്ക് വല്ലാത്ത പ്രയാസമായി. അവർ നാട് നീളെ പ്രചരിപ്പിച്ചു, ജിന്നോട് പ്രാർത്ഥിക്കാമോ എന്ന് കുലത്തേരി സംവാദത്തിൽ വെച്ച് ചോദിച്ചിട്ട് മുജാഹിദ് മൗലവിമാര് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട് നീളെ പ്രചരിപ്പിച്ചു. എന്ന് മാത്രമല്ല, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന പച്ച നുണ നമ്മുടെ നാട് നീളെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ നുണ പ്രചരിപ്പിക്കുമ്പോൾ, ഈ കളവ് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് അതിനു വേണ്ടി അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ഈ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹ് അഥവാ ആ ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക, ഈ ഇസ്ലാഹ് മാസികയിൽ ഈ സ്റ്റേജിൽ തന്നെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമുണ്ട്. എന്താണ് ആ ലേഖനം എന്നറിയുമോ? നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഒരു കുബൂരി പണ്ഡിതനായ അമ്പലക്കടവ് ഫൈസി, നേരത്തെ 2 അമ്പലക്കടവ് ഫൈസി, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന തൗഹീദ് ശരിയല്ല, ഭൗതികം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട്, അദൃശ്യം ദൃശ്യം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാഖ്യാനം, ആ വിശദീകരണം ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന് 1, 2, 3, 4 എന്നിങ്ങനെ അക്കമിട്ടുകൊണ്ട് ജബ്ബാർ മൗലവി മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റിക്കൊണ്ടാണ് ഈ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ, ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നോ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല. ആ നിലക്ക് കൃത്യമായി ബോധ്യപ്പെട്ട തെളിവുകൾ കൊണ്ട് മുജാഹിദുകൾ സമർത്ഥിക്കുന്ന കാര്യമാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറയുമ്പോൾ, ദൃശ്യാദൃശ്യ വിശദീകരണം നടത്തുമ്പോൾ, കാര്യകാരണ ബന്ധങ്ങൾ വിശദീകരിക്കുമ്പോൾ, അഭൗതിക ഭൗതിക വ്യത്യാസങ്ങളെ വിശദീകരിക്കുമ്പോൾ, അങ്ങനെ കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വരുന്നവർക്ക് ചുട്ട മറുപടി മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പും നൽകാറുണ്ട്, ഇപ്പോഴും നൽകാറുണ്ട്, എന്നും നൽകാറുണ്ട്. അങ്ങനെ പൊതുവായി എല്ലാവരും നൽകാറുള്ള ഒരു മറുപടിക്ക് സമാനമായ മറുപടി ജബ്ബാർ മൗലവി നൽകിയപ്പോൾ സാധാരണക്കാർക്ക് അവയ്ക്കിടയിൽ വസ്വാസം ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി സന്ദർഭത്തിൽ നിന്ന് ആ ലേഖനത്തിന്റെ ഒരു പരാമർശത്തെ അടർത്തി മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഊരു ചുറ്റുന്ന മടവൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ആ പരാമർശം എന്നറിയുമോ? ഞാൻ വ്യക്തമായി വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ആ പരാമർശം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വടിയെറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേ പ്രകാരം മലക്കുകളോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവരോട് സഹായം തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം. അത് പറയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കാര്യം പറയട്ടെ. സൃഷ്ടികളോട് ആരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കൽ ചുരുക്കാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്നാൽ ജിന്നുകളോടോ മലക്കുകളോടോ സഹായം തേടാമെന്നോ